ബൈബിളില് രണ്ട് ഭാഗങ്ങൾ. ഒന്ന്, പരിശുദ്ധ അമ്മയും ശിഷ്യന്മാരും കൂടെ ഈശോയെ കാണാൻ വരുമ്പോൾ ഈശോ പറയുന്നുണ്ട്, ആരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും? ദൈവവചനം അനുസരിക്കുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും. ഈശോ അത് എന്ത് കോണ്ടസ്റ്റിലാണ് പറഞ്ഞത് നമുക്കറിയാലേ. അതായത് ഈശോ അവിടെ ഒരു സമൂഹത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു ടീച്ചറാണ്, അല്ലെങ്കിൽ ഒരു അധ്യാപനം അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, പ്രബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് വ്യക്തിപരമായ തൻ്റെ കാര്യങ്ങളെക്കാളും തനിക്ക് പ്രാധാന്യമുള്ളത് ഈ ദൈവരാജ്യ പ്രഘോഷണമാണെന്ന് തെളിയിക്കുന്ന ഒരു ഭാഗമാണത്. അതേസമയം അവരോട് അഭിപ്രായ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടായിട്ടാണോ ഈശോ അങ്ങനെ പറയുന്നത്? അല്ല, അവരോട് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അത് ആ സമയത്ത് അവിടെ പ്രകടിപ്പിക്കേണ്ട ഒരു കാര്യമില്ല, അല്ലേ? അത് അമ്മയും സഹോദരന്മാരോടുള്ള ഈശോയുടെ സ്നേഹം അവസാനം വരെ നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ ചില സാഹചര്യങ്ങളിൽ ഈശോ അങ്ങനത്തെ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. ഇനി ബൈബിളിലെ പഴയ നിയമത്തിൽ ജെറമ്യായുടെ പുസ്തകത്തിലൊരു ഭാഗമുണ്ട്. നീ പിതൃഭവനവും സഹോദരന്മാരും നിന്നോട് തിന്മ ചെയ്തിരിക്കുന്നു, മധുരവാക്ക് പറഞ്ഞാൽ പോലും നീ അവരെ വിശ്വസിക്കരുത്. അതായത് കംപ്ലീറ്റ്ലി അവരെ വിശ്വസിക്കരുത് എന്ന് പറയുന്ന, കുടുംബാംഗങ്ങളെ വിശ്വസിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന ഒരു വചനഭാഗമാണിത്. വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ജീവിതത്തിൽ എനിക്ക് വചനഭാഗം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നതുമായിട്ടുള്ളൊരു സംഗതിയാണ് നമ്മുടെ റൂട്ട്സ് ആയിട്ടുള്ള ഫാമിലി അതിൽ നമ്മൾ അനുഭവിക്കുന്ന കോംപ്ലിക്കേഷൻസ്. ആദ്യത്തെ ഇൻസിഡൻറ്റിൽ ഈശോ അങ്ങനെ പറഞ്ഞാലും പരിശുദ്ധ അമ്മയും ശിഷ്യന്മാർക്കും അവൻ്റെ ഹൃദയം അറിയാം, അവനുമായിട്ട് അവർക്കൊരു ആത്മബന്ധമുണ്ട്. ഇത് അവൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് മറിയം ഇപ്പോൾ അമ്മ പിണങ്ങി പോകുന്നു, അല്ലെങ്കിൽ നീ എന്നാൽ അവിടെ വെച്ച് അങ്ങനെ പറഞ്ഞില്ലടാ എന്നൊന്നും ചോദിക്കലൊന്നുമല്ല. അവർക്കൊരു ആത്മബന്ധമുണ്ട്. ഉള്ള ഒരു സ്ഥലത്ത് വിശദീകരണങ്ങളുടെ ആവശ്യമില്ല. അത് കുടുംബത്തിൻ്റെ മാത്രം ഒരു ഭംഗിയാണ്. നമ്മളെ അവർ മനസ്സിലാക്കുന്നുള്ള ഒരു ഭംഗിയാണ്. നമ്മൾ തളരുമ്പോൾ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു ഭംഗിയാണ്. നമുക്കൊരു തെറ്റ് പറ്റിയാൽ ഒരു കൂടെ ഉണ്ടാവും എന്നുള്ളൊരു ഒരു ഒരു ഉറപ്പാണ് കുടുംബം എന്ന് പറയുന്നത്. സോ അത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കുടുംബ സാഹചര്യത്തിലാണ് നമുക്ക് ആ ഒരു ഉറപ്പ് കിട്ടുക. നമ്മുടെ നന്മയാണ് ഇവർ ആഗ്രഹിക്കുന്നത്, ഇവർക്ക് നമ്മളെ മനസ്സിലാവും, നമ്മൾ തെറ്റുപറ്റിപ്പോയാലും തോറ്റുപോയാലും ഇവർ നമ്മുടെ കൂടെ ഉണ്ടാവും. അങ്ങനെ ഒരു പശ്ചാത്തലമാണ് ഈശോയ്ക്ക് ഇവിടെ ഉറപ്പുണ്ട്. ഇവരൊക്കെ ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഈശോ 100% കോൺഫിഡൻ്റ് ആണ്. അതുകൊണ്ട് അവിടെ അങ്ങനെ പറയുന്ന സമയത്ത് അയ്യോ ഇനിയിപ്പോൾ ഇവരെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുള്ള ഒരു ആകുലത ഒന്നും ഈശോയ്ക്കില്ല. അതേസമയം പ്രവാചകന്റെ ഈ ഒരു പ്രവാചകന്റെ പുസ്തകത്തിലുള്ള ഈ ഭാഗം വായിക്കുമ്പോൾ ഇതൊരു വാണിംഗ് ആണ്. അതായത് എല്ലാം കുടുംബ പശ്ചാത്തലങ്ങളും ഫെയർ ആയിരിക്കണം നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. അത് നമ്മുടെ ദൈവഹിതം പോലെ വരുന്നതാണ്. നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. വി കനോട്ട് ചൂസ് അവർ പാരൻസ്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി തന്നെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. വളരെ അൺഫെയർ ആയിട്ടുള്ള ഫാമിലി സിറ്റുവേഷൻസ് ഉള്ള മനുഷ്യരുണ്ട്. മുറിവേൽക്കപ്പെടാൻ വേണ്ടി ആ കുടുംബത്തിലേക്ക് വിട്ടതാണ് ഈ മനുഷ്യനെ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ മാതാപിതാക്കളിൽ നിന്നും കുടുംബ സാഹചര്യങ്ങളിൽ നിന്നും നിരന്തരമായ മുറിവേൽക്കുന്ന മനുഷ്യരുണ്ട്. ഈ പാരൻസായിട്ടൊന്നും ഒരു മാനസിക ബന്ധം, കണക്ഷൻ ഉണ്ടാവാത്ത മനുഷ്യരുണ്ട്. അല്ലെങ്കിൽ അവർ ഒരു ഞങ്ങളുടെ ആരും അല്ല എന്നുള്ള രീതിയിൽ ഈ ഡീൽ ചെയ്യുന്ന കുട്ടികളുണ്ട്. അവർ വലുതായാലും അവരത് ഫീൽ ചെയ്യും. അവർക്ക് തോന്നും ഞാൻ ഈ വീട്ടിലല്ല എന്ന് തോന്നുന്ന തരത്തിൽ ഫീൽ ചെയ്യുന്ന, പെയിൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന മനുഷ്യരുണ്ട്. അതുപോലെ എല്ലാ തരത്തിലും പക്ഷപാതം കാണിക്കുന്നുണ്ട്. പാരൻസ് പോലും പക്ഷപാതം കാണിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ട് പാരൻസ് ഇവരെ ജഡ്ജ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബന്ധുക്കൾ പറയുന്നത് കേട്ടിട്ട് കുട്ടികളുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നു, അല്ലെങ്കിൽ നാട്ടുകാരെ പേടിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ മനസ്സിലാക്കാത്ത സിറ്റുവേഷൻ ഉണ്ടാകും. സോ ഇതൊരു റിയാലിറ്റിയാണ്. അതായത് ഫെയർ അല്ലാത്ത കുടുംബ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഇവിടെ നിങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. അതായത് നിങ്ങളുടെ കൈൻഡ്നെസ് ഇവിടെ ചൂഷണം ചെയ്യപ്പെടാം. കൈൻഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല, അവളിപ്പോൾ ഒന്നും ചോദിക്കാനൊന്നും പോകുന്നില്ല, അതുകൊണ്ട് അവൾക്കൊന്നും കൊടുക്കണ്ട. അപ്പം എന്നെ ഒരു കാലത്ത് ചിലർ ഉപദേശിച്ചു, കരയുന്ന കുഞ്ഞിന് മാത്രമേ പാലുള്ളൂ നാൻസി, അതുകൊണ്ട് നീ കരയണം അല്ലെങ്കിൽ നീ ബഹളം വയ്ക്കണം എന്ന് ഉപദേശിച്ചു. കാരണം അങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇരുന്നത് കൊണ്ട് നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന കുടുംബാംഗങ്ങൾ, ചോദിക്കാൻ അറിയാത്തത് കൊണ്ട് ഒന്നും തരാത്ത കുടുംബ സാഹചര്യങ്ങൾ, നിങ്ങളിൽ നിന്ന് എന്ത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന മനുഷ്യർ മാത്രം, നിങ്ങളെ ഉയർത്താൻ വേണ്ടി അവരൊന്നും ചെയ്യുന്നില്ല, നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള വിദ്യാഭ്യാസം തരുന്നതിന് അവർ മുൻകൈ എടുക്കുന്നില്ല, നിങ്ങൾക്കൊരു നല്ല ജീവിതം ഉണ്ടാകുന്നതിന് മുൻകൈ എടുക്കുന്നില്ല. പക്ഷെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒന്ന് വരുമ്പോഴേക്കും നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന കുടുംബാംഗങ്ങൾ, അതെല്ലാം വളരെയധികം നിങ്ങളുടെ മനസ്സിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നവരാണ്. എന്നെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്നു, എന്നെ മാനസികമായിട്ട് ഒരു സമാധാനം തരുന്നില്ല. ഇത് ഭയങ്കരമായിട്ട് നമ്മളെ ഫോളോ ചെയ്യും. അത് നിങ്ങൾ എത്ര വയസ്സാണെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യും. ഫാമിലി എന്ന് ഓർക്കുമ്പോൾ ഒരു പെയിനാണ്, ഒരു നെഞ്ചിൻ്റെ നടുക്കത്തൊരു വേദനയാണ് വരുന്നത്. ഈ കുടുംബം എന്ന് പറയുന്ന സ്ഥലമാണ് റൂട്ട്. അവിടെ നിന്ന് നമുക്ക് ന്യായം കിട്ടുന്നില്ല എങ്കിൽ അത് ഇംപെർഫെക്റ്റ് ആണ്. ഫാമിലിയും ഫാമിലി മെമ്പേഴ്സും ഒക്കെ ഇംപെർഫെക്റ്റ് ആണ്. ഇംപെർഫെക്ഷൻ്റെ കാര്യമല്ല അത്.
നമ്മൾ അനുഭവിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ സാരമില്ല, അത് അറിവില്ലായ്മയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സിറ്റുവേഷൻസ് ഒക്കെ അങ്ങനെയായിരുന്നു, ഓക്കെ. ഇപ്പം നല്ല കോളേജിൽ വിട്ട് പഠിപ്പിക്കാൻ പറ്റില്ല, സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു, ഓക്കെ. അങ്ങനെ അതല്ല, സ്നേഹമില്ലായ്മയാണ്. ഇപ്പം നമ്മുടെ പാത്രത്തിൽ വിളമ്പുന്ന ഭക്ഷണം കുറയുന്നുണ്ട് എന്നുള്ളതല്ല പ്രശ്നം, അത് സ്നേഹത്തോടെ വിളമ്പുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ദുഃഖം. അപ്പം ഈ ഒരു റൂട്ടിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ഇൻ്റർ കണക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല, ഫാമിലി ആണെന്നുള്ളൊരു അനുഭവം നിങ്ങൾക്കില്ല. നിങ്ങൾക്കൊന്ന് വീണ് കഴിഞ്ഞാൽ താങ്ങാൻ ഇവരുണ്ടാവുന്ന യാതൊരു ഉറപ്പുമില്ല. ചിലപ്പോൾ പണം ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആവുന്ന റിലേഷൻഷിപ്പുകളിൽ നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് അവർക്ക് തോന്നുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ അവർ പറയുന്ന കേൾക്കുമ്പോൾ, നിങ്ങളെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനിൽ നിങ്ങൾ നിൽക്കുമ്പോൾ, നിങ്ങൾ സാമ്പത്തികമായിട്ട് ഉള്ള ഒരാളാവുമ്പോഴൊക്കെ ആളുകൾ നിങ്ങളെ നിങ്ങളൊരു ആവശ്യമുള്ള ആളായി മാറുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യമില്ലാത്തൊരാളായി മാറും. പലതരത്തിലാണിത്. പക്ഷെ ഇത് നമ്മുടെ ഓൺ പീപ്പിളിൽ നിന്നും ഉണ്ടാകുമ്പോൾ നമുക്കിതിനെ മാനേജ് ചെയ്യാൻ ഭയങ്കര പാടാണ്. നമുക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യാനേ പറ്റത്തില്ല. അതായത് ഇത് ഇങ്ങനെയാണ്, എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇല്ല എനിക്ക് പറ്റില്ല. ചില മനുഷ്യർക്ക് കേട്ടോ, ചില മനുഷ്യർ വളരെ ഈസി ആയിട്ട് നോ പറയുന്നുണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്നു ദൈവഭക്തരായ നിങ്ങളൊക്കെ കുറച്ച് സോഫ്റ്റ് ഹേർട്ടഡ് ആയിരിക്കും. അപ്പോൾ കഠിനമായ ഹൃദയമുള്ളവരായിരിക്കില്ല. അപ്പം നമ്മൾ സാരമില്ല പോട്ടെ, സാരമില്ല, സഹോദരങ്ങളല്ല, സാരമില്ല, അത് പിന്നെ പാരൻസ് അല്ല, സാരമില്ല, അങ്ങനെ ഒരു സാരമില്ല എന്ന് പറയുന്ന ഒരാളായിരിക്കാം നിങ്ങൾ എത്ര കൊടുത്താലും ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും മതി എന്ന് പറയാൻ പോകുന്നില്ല. നിങ്ങൾ കൊടുക്കും തോറും അവർ നിങ്ങളിൽ നിന്ന് വാങ്ങിക്കൊണ്ടേയിരിക്കും. എന്നാലും നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ഇല്ല എന്ന് പറയാൻ ശ്രമിച്ചാൽ അപ്പം അവർ പറയും അവൾ ശരിയല്ല, അവൾ ഭയങ്കര അഹങ്കാരി, ഇവളുടെ ഇപ്പോഴത്തെ സ്വഭാവമൊക്കെ മാറി, അവൾ പണ്ടൊക്കെ എങ്ങനെയായിരുന്നു എന്നിട്ട് ഇപ്പം എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ പറയുന്നതാണ്. അപ്പം ഇതിനെ എങ്ങനെ നോ പറയണമെന്ന് അറിയുന്നില്ല. ഓൺ പീപ്പിളാണ് അവർ, നമ്മൾ വിട്ടുപോയി നമുക്ക് വേറെ ആരുമില്ല. ഫാമിലി എന്ന് പറയുന്നത് മാത്രമാണ് ഈ ലോകത്ത് നമുക്ക് സമ്പത്തായിട്ടുള്ളത്. എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലോ, ഒരു രോഗം വന്നാലോ, ഒരു മരണം വന്നാലോ, എന്തെങ്കിലും ഒന്ന് വന്നാലോ വിളിക്കാൻ ഫാമിലി ഇല്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്ത് പോകും. ചൂഷണം ചെയ്യപ്പെടുകയാണെന്ന് അറിഞ്ഞാലും നമ്മൾ അതിനെ നിന്ന് കൊടുക്കും. നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്ത പോലെ നമ്മൾ തോന്നും. അപ്പോഴൊക്കെ എനിക്ക് കിട്ടുന്നൊരു വചനഭാഗമാണിത്. പിതൃഭവനവും സഹോദരങ്ങളോടും നിന്നോട് വഞ്ചന കാണിച്ചിരിക്കുന്നു, നീ മധുരവാക്ക് പറഞ്ഞാൽ അവർ വിശ്വസിക്കരുത്. അപ്പം ഒരു പ്രിക്കോഷൻ എടുക്കാൻ വേണ്ടി കർത്താവ് പറയുന്ന പോലെ തോന്നും. ദൈവം നിങ്ങളോട് പറയുവാണ്, നിങ്ങളുടെ ജീവിതത്തിൽ മനുഷ്യരാണ്, എല്ലാവരും മനുഷ്യരാണ്. ശരിയാണ്, അമ്മയിൽ നിന്ന് നിങ്ങൾ ഒരു മനുഷ്യനിൽ നിന്ന് പ്രതീക്ഷിക്കണമെന്നല്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അമ്മയിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് മാതൃത്വമാണ്, അൺകണ്ടീഷണൽ ലവ് ആണ്, അക്സെപ്റ്റൻസ് ആണ്, പക്ഷപാതം കാണിക്കാത്ത സ്നേഹമാണ്. ഇതാണ് ഫെയർ ആയിട്ട് നിങ്ങളെ പ്രതീക്ഷിക്കുന്ന ഒരു സംഗതി. പക്ഷെ നിർഭാഗ്യവശാൽ നമുക്കൊന്നും അത് കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല. എന്തുകൊണ്ടോ നിങ്ങളൊരു ഓട് വണ്ണാണ്, നിങ്ങളെ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടാവും. എന്തുകൊണ്ടോ അവർക്ക് നിങ്ങളോട് കരുണ കാണിക്കാൻ പറ്റുന്നില്ല, എന്തുകൊണ്ടോ അവർ നിങ്ങളെ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് പരാതിയുണ്ട്, ഞാൻ അർഹിക്കുന്നതാണത്, എന്തുകൊണ്ട് ദൈവം തന്നില്ല, എന്തുകൊണ്ട് എന്നെ ഇങ്ങനെ. അതിൽ കാര്യമില്ല, അതെല്ലാം കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അൺഫെയർ ആയിട്ടുള്ള ഫാമിലി പശ്ചാത്തലത്തിൽ നിങ്ങൾ മാത്രം ഫെയറായി നിൽക്കാൻ ശ്രമിച്ചതുകൊണ്ട് നിങ്ങൾ കുരിശിലേറേണ്ടി വരും എന്നത് കുഴപ്പമില്ല. കുരിശിൽ പേറാം. ഇപ്പം എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയും എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയും നിങ്ങൾ കുരിശിലേറാൻ നിങ്ങൾ നല്ല കാര്യമാണ്. പക്ഷെ അതുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ കുരിശിലേറി നിങ്ങളുടെ മരണം വ്യർത്ഥമാകും എന്നുള്ളതല്ലാതെ, അതായത് ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിട്ട്, കുരിശിലേറണമെന്നല്ല. നിങ്ങളിങ്ങനെ നിങ്ങളുടെ സ്വത്തും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ സമയവും നിങ്ങളിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതിനുപരിയായിട്ട് അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാര്യങ്ങളൊക്കെ പഴയ പോലെ തന്നെയാവും. സോ എ ഗിവർ ഷുഡ് നോ വെൻ ടു സ്റ്റോപ്പ് ഗിവിങ്. നമുക്ക് അങ്ങനെ നിർത്താൻ പറ്റില്ല, കാരണം നമ്മുടെ സ്വഭാവത്തിലുള്ളതാണ്. എങ്കിലും ഈശോ പറഞ്ഞല്ലോ, പിതൃഭവനം പറഞ്ഞാലും മധുരവാക്ക് പറഞ്ഞാലും കീപ്പ് എ ഡിസ്റ്റൻസ്. അതൊരു തെറ്റല്ല, അതൊരു സിന്നല്ല. ബിക്കോസ് മനുഷ്യരങ്ങനെയാണെന്ന് തിരിച്ചറിയുമ്പോൾ ബുദ്ധിയും വിവേകം കർത്താവ് തന്നിട്ടുണ്ട്. കുറച്ച് ഡിസ്കണക്ട് ചെയ്യാനും ആവശ്യത്തിന് മാത്രം അവരെ നിങ്ങളുടെ ലൈഫിൽ ഇൻവോൾവ് ചെയ്യിക്കാനും അവര് പറയുന്നതെല്ലാം വിശ്വസിക്കാതിരിക്കാനും അന്ധതയില്ലാതെ കാര്യങ്ങൾ അനലൈസ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റണം. നിങ്ങളെ യൂസ് ചെയ്യാണ്. അവർ പറഞ്ഞ് കേൾക്കുന്നത് വരെ മാത്രമേ അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നുള്ളൂ. നിങ്ങൾ അവർക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ് അവർ നിങ്ങളെ സ്നേഹം കാണിക്കുന്ന പോലെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും അവർക്ക് നിങ്ങളെ സ്നേഹമുണ്ടോ സ്നേഹമില്ല എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. നിങ്ങൾ ഇന്നലകളിൽ നടന്ന കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾ അവരോട് ക്ഷമിക്കണം. നിങ്ങൾ അവരെ സ്നേഹിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ക്ഷമിക്കണം. പക്ഷെ പഠിക്കണം, അനുഭവങ്ങളിൽ നിന്ന് പഠിക്കണം. പഠിക്കേണ്ടെന്ന് ബൈബിളിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? അനുഭവങ്ങളിൽ നിന്ന് പഠിക്കണം. ആ അനുഭവങ്ങൾ ജീവിതത്തിലുണ്ട്. അത് നമ്മൾ ലോകത്തിലാണ്, നമ്മൾ സ്വർഗത്തിലല്ല, നമ്മൾ ലോകത്തിലാണ്. അപ്പോൾ ലോകത്തിലെ മനുഷ്യന് അങ്ങനെയൊക്കെയാണ്. അവൻ്റെതായ കുറവുണ്ട്. അപ്പോൾ അത് സാധാരണ മനുഷ്യനാണ്, നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നില്ല. പക്ഷെ ഇത് കുടുംബമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വചനഭാഗം ഞാൻ പറഞ്ഞത്.
അവർ മധുരവാക്ക് പറഞ്ഞാലും നീ അവരെ വിശ്വസിക്കാൻ പാടില്ല എന്ന് കർത്താവാണ് നിങ്ങളോട് പറയുന്നത്. പ്രിക്കോഷൻ എടുക്കാനാണ് നിങ്ങളോട് പറയുന്നത്. ഞാനിതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇത്രയാണ്: ചില സമയങ്ങളിൽ ചില ആളുകളിൽ നിന്നും നിങ്ങളുടെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതോ, ചില ബന്ധങ്ങളെ വിവേകപൂർവ്വമായി ഹാൻഡിൽ ചെയ്യുന്നതോ, ചില മനുഷ്യർക്ക് ഓക്കെ ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ കൊടുക്കാനില്ല അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നതോ ഒന്നും ഒരു സിന്നിലോ പെടുന്നില്ല. അപ്പോൾ അവർ നിങ്ങളോട് പറയുമ്പോൾ ദൈവത്തെക്കുറിച്ച് പറയുന്ന ആളാണ്, എന്നാൽ ഞാൻ ഒരു സഹായം ചോദിച്ചിട്ട് തന്നില്ല എന്ന് പറഞ്ഞാൽ, സഹായം ഇതിനു മുമ്പ് ഞാൻ കുറെ തന്നിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഇപ്പം എനിക്ക് കൊടുക്കാൻ പറ്റുന്ന സിറ്റുവേഷനിലല്ല. അതൊക്കെ ഭയങ്കര വിവേകപരമായ കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ ഒരു ക്രൂവലാവുന്നത് കൊണ്ട് സംഭവിക്കുന്നതല്ല. ഇനി ഇത് ഫിനാൻഷ്യലിൻ്റെ കാര്യം മാത്രമല്ല, നിങ്ങളെ മെൻ്റലി സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടാവും. നിങ്ങളെ മാനസികമായിട്ട് ഉപയോഗിക്കുന്ന മനുഷ്യരുണ്ട്. നിങ്ങളുടെ നിഷ്കളങ്കതയെയും നിങ്ങളുടെ അറിവില്ലായ്മയെയും നിങ്ങളുടെ കരുണയുള്ള മനോഭാവത്തെയും എല്ലാം ഉപയോഗിക്കുന്ന മനുഷ്യരുണ്ട്. അതിനെയൊക്കെ തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. അത് തിരിച്ചറിയുന്നത് കൊണ്ട് നിങ്ങളൊരു ബാഡ് ഗൈ ആവുന്നില്ല, ഒരു ബാഡ് പേഴ്സൺ ആവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വചനഭാഗം നിങ്ങൾക്ക് തരുന്നത്. ഞാൻ ചോദിച്ച ദൈവമേ, ഇത് ഞാനിപ്പം നോ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? എൻ്റെ തന്നെ ആളുകളാണല്ലോ. അപ്പം പക്ഷെ അങ്ങനെ നോ പറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് എനിക്കൊരു പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത്. മാനസികമായിട്ട് ഞാനൊരു നോ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ മാനസികമായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇന്ന് കാണുന്ന ഞാൻ ആവേയില്ലായിരുന്നു. കുറച്ച് കാലഘട്ടം എനിക്ക് മനസ്സിലായി ഇതൊന്നും ശരിയായിട്ട് പോകുന്നില്ല. ഞാനൊരു ഭാരക പീപ്പിൾ പ്ലീസർ ആയിരുന്നു. മനുഷ്യന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യുമായിരുന്നു. കഠിനമായിട്ട് ഞാൻ എന്നെ സെൽഫ് സാക്രിഫൈസ് ചെയ്ത് എൻ്റെ വിദ്യാഭ്യാസം മുടക്കി, എൻ്റെ ജോലി മുടക്കി, എൻ്റെ റിലേഷൻഷിപ്പുകളെല്ലാം ഉപേക്ഷിച്ച് എൻ്റെ ആളുകൾ എന്ന് വിചാരിക്കുന്ന കുറേ മനുഷ്യന്മാർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ത്യാഗം ചെയ്ത് മുന്നോട്ട് പോകുമായിരുന്നു. കാരണം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ഒരു നല്ല മകളാകുന്നത് അപ്പോഴാണ്, അല്ലെങ്കിൽ നല്ല ഒരു പേഴ്സൺ ആകുന്നത് അപ്പോഴാണെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇത് എവിടെ എത്തുന്നില്ല. ഇതൊരിക്കലും ഈ ടേക്കേഴ്സ് ഒരിക്കലും മതി എന്ന് പറയാൻ പോകുന്നില്ല. അവരെപ്പോഴും നിങ്ങളിൽ നിന്ന് വാങ്ങിക്കൊണ്ടേയിരിക്കും. അത് അവരൊക്കെ മനുഷ്യരാണല്ലോ. അപ്പോഴാണ് എനിക്ക് ഈ വചനഭാഗം കിട്ടുന്നത്. ഇനഫ്, സ്റ്റോപ്പ്, ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക, ആവശ്യത്തിന് ഇൻവോൾവ് ആവുക, ഉപയോഗിക്കപ്പെടുന്നവർ തിരിച്ചറിയുക, നോ പറയുന്നിടത്ത് നോ പറയുക, ഇല്ല കയ്യിലില്ല കൊടുക്കാനെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയുക. നോ പറയുമ്പോൾ നിങ്ങളോട് പറയും, ഓ അവൾ ദുഷ്ടയാണ്, അല്ലെങ്കിൽ അവൾ കരുണയില്ലാത്തവളാണ്, അവൾ അഹങ്കാരിയായി, അവൾ അങ്ങനെ പറയും. അതൊക്കെ പറയും, ഒന്നും കാര്യമാക്കണ്ട. നമ്മൾക്ക് നമ്മുടെ ശരികളുണ്ടല്ലോ. ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് അറിയാലോ, അവരൊരിക്കലും സമ്മതിച്ചു തരുകയുമില്ല. അവർ നിങ്ങളെ യൂസ് ചെയ്യായിരുന്നെന്നോ, അല്ലെങ്കിൽ അവർ നിങ്ങളെ ഇങ്ങനെ കാണിക്കുവാണെന്നോ ഒന്നും അവരൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. അവർ നിങ്ങളിങ്ങനെ ആയതുകൊണ്ടാണ് അവർ നിങ്ങളെ ഇങ്ങനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൂടെ ഒരു കുറവാണ്. കാരണം നമ്മൾ അങ്ങനെയാണ്, നമ്മളെ പറ്റിക്കാം, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് കിട്ടും എന്നൊക്കെ അവർ അറിയാവുന്നത് കൊണ്ടാണ്. കരുണയും സ്നേഹവും കൊടുക്കേണ്ടടുത്ത് കൊടുക്കണം, വേണ്ട എന്ന് പറയുന്നില്ല. പക്ഷെ വിവേകം ഉപേക്ഷിച്ച് കളഞ്ഞിട്ടല്ല ഇതൊന്നും ചെയ്യേണ്ടത്. ഞാൻ ജീവിതത്തിൽ പഠിച്ചൊരു പാഠമാണ്, അകലം അകലം പാലിക്കുക. പറ്റിക്കപ്പെടാൻ നിന്ന് കൊടുക്കുന്നതിനകത്ത് ഒരു സ്പിരിച്വാലിറ്റി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സെൽഫ് സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാകണം, കരുണ കാണിക്കാൻ തയ്യാറാവണം, സ്വയം ചെറുതാകാൻ തയ്യാറാവണം, ശുശ്രൂഷിക്കാൻ തയ്യാറാവണം. ഇതെല്ലാം വേണം. എപ്പോൾ? ദൈവമായിട്ട് ഒരുക്കുന്ന ഇടങ്ങളിലേക്ക്, ദൈവം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്ന മനുഷ്യരിലേക്ക്. അതല്ലാതെ തെറ്റായ ആളുകൾ, തെറ്റായ ഇടങ്ങൾ, തെറ്റായ സമയം, ഇതൊന്നുമല്ല. ദൈവം അതൊക്കെ ഒരുക്കും. കൊടുക്കേണ്ട സമയത്തെല്ലാം കർത്താവ് ഒരുക്കും. അപ്പം അവിടെ അത് ന്യായമായിട്ടൊരു കാര്യമാണ്, നമുക്ക് ശരിയായിട്ട് അവിടെ സംഭവിക്കും. അപ്പം നിങ്ങൾ പറ്റിക്കപ്പെടുന്ന ഇടങ്ങളിൽ പറ്റിക്കപ്പെടാൻ നിന്ന് കൊടുക്കുന്നതിനകത്ത് ദൈവം നിങ്ങളോട് ചോദിക്കാൻ പോവുക ചിലപ്പോൾ, നിനക്ക് ഞാൻ തന്ന കഴിവും ബുദ്ധിയൊക്കെ നീ എന്ത് ചെയ്തു എന്നായിരിക്കും. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കുക. ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങളിങ്ങനെ എടുക്കണമെന്നില്ല. പക്ഷെ എൻ്റെ ജീവിതത്തിലെ ഒരു കാലഘട്ടത്തിൽ എനിക്ക് കിട്ടിയ ഒരു വചനമാണ്. ഞാൻ പിന്നെയും ഈ ഒരു ബോധ്യം മറന്ന് വീണ്ടും അതേ പൊസിഷനിലേക്ക് എന്നെ കൊണ്ടുപോകുന്ന സമയത്ത് വീണ്ടും ദൈവം എന്നെ ഉറപ്പിക്കും. ദൈവവചനം തന്ന ദൈവം എന്നെ ഉറപ്പിക്കും. വിശ്വസിക്കരുത്, പലതും പറയുന്നത് ശരിയല്ല, നിനക്കത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലാണ്ടാണ്, ചിലപ്പോൾ നീ ആ വഴിക്ക് പോകരുത്, നീ കീപ് ഡിസ്റ്റൻസ് തന്നെ ദൈവം എന്നെ ബോധിപ്പിക്കാറുണ്ട്. എൻ്റെ അനുഭവം നിങ്ങളോട് ഷെയർ ചെയ്തതാണ്. ഈ വിഷയം പലരുടെയും ജീവിതത്തിൽ വളരെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. കുടുംബാംഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ശരിയല്ലാത്ത പ്രവൃത്തികളും ഇടപെടലുകളും. അവിടെ വിവേകം ഉപയോഗിക്കുന്നത് ഒരു പാപമല്ല എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അതിൽ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ.